ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ 2-3 ദിവസമായി കല്ലുമ്മക്കായ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഇവിടെ മിന മാർക്കറ്റിൽ ചിലപ്പം കാണാറുണ്ട്. അപ്പം അത് വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. ആദ്യം ഒന്ന് വയറ് നിറക്കാൻ വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചു. പിന്നെ ഇതാ ഞാൻ സബ്ജി മാർക്കറ്റിലെ വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെയാണ്ട് അവർ ഓപ്പൺ ആക്കുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ആവശ്യമുള്ള 2-3 സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞേർക്ക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഈ ടൈമിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാവൽപ്പഴം ഉണ്ടല്ലോ അത്. അപ്പോൾ അതുണ്ടോ എന്ന് തിരക്കിയിട്ട് 2-3 ഷോപ്പ് കയറി ഇറങ്ങി. പക്ഷേ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ അവിടെയുള്ള ഫ്രൂട്ട്സൊക്കെ നോക്കി കൊതിയുള്ളതൊക്കെ കുറച്ച് വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ പോയത് ഫിഷ് മാർക്കറ്റിലാണേ. ഫിഷ് മാർക്കറ്റിലേക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, രണ്ടും അടുത്തടുത്താണ്. അപ്പം പെട്ടെന്ന് ഫിഷ് മാർക്കറ്റിൽ പോയി. ഞാൻ രാവിലെ ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ കല്ലുമ്മക്കായൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓപ്പണായി അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നന്നായി പോകും. പുറത്തുനിന്ന് വരുന്ന കല്ലുമ്മക്കായല്ലേ. അപ്പം വാങ്ങുന്നുണ്ടെങ്കിൽ രാവിലെ വാങ്ങണം, കുറച്ച് ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് അങ്ങനെ വാങ്ങാൻ വിചാരിച്ച്. അപ്പം കൊതി പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഷാണെന്നാണ് പറഞ്ഞേ. അന്നേരം രാവിലെ വന്നതെന്ന് പറഞ്ഞത്, എന്നാലും കുറേ ഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് വേണം. അപ്പം ഞാൻ അവരോട് ഓപ്പൺ അല്ലാത്ത നല്ല നോക്കിയിട്ട് തരാൻ പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാനൊരു 40 റംസിന് കണക്കായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങി. കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല തന്നെ, പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുമ്പം നല്ല പുറമൊക്കെ വൃത്തികേടായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ. ഇത് പിന്നെ ഇങ്ങനെ ക്ലീനായിട്ട് പുറം ഭാഗമൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതും വാങ്ങി വന്ന് ഇതാ ഞാൻ വേഗം അരി പൊതിർത്താൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് കഴിക്കുന്ന ഏതെങ്കിലും അരി എടുത്തിട്ട് തിളക്കുന്ന വെള്ളത്തിൽ ഇതാക്കി വെക്കണം, പൊതിരാൻ വെക്കണം. ഒരു 5-6 മണിക്കൂർ അതൊന്ന് കുതിരാൻ വെക്കണം. അത് ഞാൻ അടച്ചു വെച്ച് ഇതാ കല്ലുമ്മക്കായ് ക്ലീനിങ് ആണ് അടുത്ത വലിയ ടാസ്ക്. അത് ഞാൻ വേണ്ടിയിട്ട് പുറമൊന്നും ക്ലീൻ ആക്കണ്ട, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അകമൊന്നും ക്ലീൻ ആക്കലേ ഉള്ളൂ ടാസ്ക്. ഈ ഇങ്ങനെ നടുവിലൊരു നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതങ്ങ് എടുത്ത് കളയണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ചിലയാൾക്ക് വയറ് വേദനയെല്ലാം വരും എന്ന് പറയും ഇത് എടുക്കാണ്ട് കഴിച്ചാൽ. എനിക്ക് പക്ഷേങ്കിൽ എല്ലാത്തിലും കിട്ടൂല, ചിലപ്പോൾ കിട്ടും ചിലപ്പം കിട്ടൂല. പിന്നെ ഈ നടുവിലുള്ള ഈ ഒരു കച്ചറ ഉണ്ടല്ലോ, അതും കൂടി എടുക്കുക. അതെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് വെള്ളം ഊറാൻ വെക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ വൃത്തിയാക്കേണ്ട ഒരു രീതി. നേരെ പുഴുങ്ങുന്നതാണെങ്കിൽ ജസ്റ്റ് കഴുകിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ ഇതിൻ്റെ ഇറച്ചി വേറെ വേറെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ നിറച്ചിട്ട് പൊരിക്കുന്നതല്ലേ, അപ്പോൾ ഈ രീതിയിലാണ് ക്ലീൻ ചെയ്യാൻ. അത് ഞാൻ വെള്ളം വരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചോറിൻ്റെ അരി മാവിൻ്റെ അരി സെറ്റായിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ഉള്ളിയും പെരിഞ്ജീരകം, അത് വലിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇടുന്നുണ്ട്, കുറച്ച് പിന്നെ ഉപ്പ്, തേങ്ങ, ഇതൊക്കെ ഇട്ടിട്ട് ഈ റൈസ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, സ്മൂത്ത് പേസ്റ്റ് ആക്കണം. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമ്മുടെ നാട്ടിലെ പത്തിരി പൊടിയില്ലേ, അതും കൂട്ടി കുഴക്കുക ചെയ്യുക. പത്തിരിപ്പൊടി നിങ്ങളടുത്ത് പത്തിരിപ്പൊടിയാണെങ്കിൽ അതും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ പുട്ടുപൊടി ഉപയോഗിക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പുട്ടുപൊടി മാത്രം ഉപയോഗിച്ച് പുട്ടുപൊടിയും ഈ തേങ്ങയെല്ലാം ഇതാക്കിയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അരി അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കല്ലുമ്മക്കായിൻ്റെ. അതായത് നമ്മളിപ്പം വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിൽ, അപ്പം അതിലേക്ക് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മഞ്ഞളിട്ടിട്ട് നമുക്ക് ആ സ്റ്റോക്ക് വാട്ടറും കൂടി ഒഴിക്കണം. ആ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചാൽ നല്ലൊരു ഫ്ലേവർ, കല്ലുമ്മക്കായിൻ്റെ ഫ്ലേവർ ഈ അരിയിലും കിട്ടും. നമുക്ക് കടിക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. ഒന്നാമത് ഇത് അത്ര ഫ്ലേവറായി നല്ല നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ലല്ലോ, നാട്ടിൽ നിന്ന് ഇതേ രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും തിന്നാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കല്ലുമ്മക്കായ് ഇത് മാവ് അതിലേക്ക് നിറച്ചിട്ട് സെറ്റാക്കി വെക്കാം. ഞാനിത് സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കല്ലുമ്മക്കായ് ഇതുപോലെ നമുക്ക് സ്റ്റീമറിൽ എടുത്ത് വെക്കാം. ഇത് സ്റ്റീമർ എൻ്റെ ചെറുതായതുകൊണ്ട് ഞാനിപ്പം കുറേ ക്വാണ്ടിറ്റി ആക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറ്. വലിയ ബിരിയാണി പോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ അരിപ്പ പാത്രം വെക്കും. അപ്പോൾ നമുക്ക് കുറേ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കാം.
കല്ലുമ്മക്കായ് അടർത്തിയെടുത്തതിന് ശേഷം അതവിടെ വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് മാവും തോടും അടർത്താൻ പാടുള്ളൂ, എന്നാലേ നമുക്ക് കിട്ടും. പിന്നെ ഇതാ ഞാൻ ആ സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടി, ഗരം മസാല, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കോൺഫ്ലവറും കൂടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം. അങ്ങനെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഇതിപ്പോൾ എരിവ് ഞാൻ കുറച്ച് ലൂസായിട്ട് ചെയ്യുന്നത്, ഇവിടുത്തെ കുട്ടികൾക്കൊന്നും എരിവ് പറ്റൂല, അതുകൊണ്ട് ഞാനിങ്ങനെ ലൂസായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്കിത് നല്ല തിക്ക് ഇതിൽ ബാറ്ററിൽ മുക്കിപ്പൊരിക്കുക കേട്ടോ. കുറച്ച് ഞാനിതാ പിന്നെ തോട അടർത്താണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, കോഴിക്കോടുള്ള ഫ്രണ്ട് ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ ഉണ്ടാക്കി കൊണ്ടെത്താനിട്ടുണ്ടായിരുന്നു. അതിൽ മുഴുവനായിട്ട് ഫുൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള കല്ലുമ്മക്കായ്. അപ്പം അതും ഒരു രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ബാറ്ററിൽ ചെയ്താൽ കുറച്ചും കൂടി എരിവെല്ലാം നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാനിപ്പം ചെറിയ ഒരു തിൻ ബാറ്ററിൽ മാത്രമേ ഇതൊന്ന് ഡിപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്യാൻ ഞാനിതാ ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതുകൊണ്ട് കുറച്ച് ചീനച്ചട്ടിയിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഇതിങ്ങനെ മുക്കിപ്പൊരിക്കാമെന്ന് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. ഇതാ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു കല്ലുമ്മക്കായ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളവിടെ തലശ്ശേരി ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ നോർമലായിട്ട് കല്ലുമ്മക്കായൻ്റെ പല വിഭവങ്ങളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ചോറ് ഉണ്ട്, കല്ലുമ്മക്കായൻ്റെ പല വേർഷൻ ഓഫ് സാധനങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇതുപോലെ പൊരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. കഴിച്ചിട്ടുണ്ട് ഇതുപോലെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫ്രണ്ട് തന്നിട്ട് കഴിച്ചത്. അപ്പം എൻ്റെ കൈ കൊണ്ട് ആക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കണമല്ലോ. അപ്പോൾ ഇത് പൊരിച്ചിട്ടും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, സെയിം ടേസ്റ്റാണ്. പക്ഷെ ഉള്ളു മുരിയൂല എന്നുള്ളൊരു പ്രശ്നമാണ് ഇതിനുള്ള. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാനും. പിന്നെ ബാക്കിയുള്ളത് ഞാനിതാ ഇതുപോലെ പാനിൽ ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് ഇത്രയും ഓയിൽ വേണ്ടെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇവിടെ കുറച്ച് മുരിഞ്ഞിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഓയിൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി മുളക് തേച്ച് പിടിപ്പിച്ചാൽ കുറച്ചും കൂടി നല്ല എരിവിൽ സാധനം കിട്ടും. ഇതിപ്പം അത്രയും ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അതങ്ങനെ കല്ലുമ്മക്കായ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകും കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.